പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമീൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, നല്ലത് മനോഹരമായ സമയത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു നാഥനെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ അവിടുത്തെ ശുശ്രൂഷയ്ക്കായി ഞങ്ങളെ ബലപ്പെടുത്തുന്ന കൃപകൾക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ കോവിഡ്-19 കാലഘട്ടത്തിൽ ഞങ്ങളായിരിക്കുന്ന ഭവനങ്ങളിൽ ഇരുന്ന് അങ്ങയെ സ്തുതിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ സ്വർഗീയ അനുഗ്രഹത്താൽ ധന്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അനുഗ്രഹിക്കണമെന്ന് യേശു തമ്പുരാൻ്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമീൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി ക്രിസ്തീയ ഗീതങ്ങളിൽ 425 ഗീതം, ലിറിക്സ് 425. യേശുവിൻ വീരന്മാരെ ധൈര്യത്തോടെ നടപ്പേൻ, ആശു നമുക്കൊണ്ടു ജയം വൈരിയോടു പോരുക. ആശു നമുക്കൊണ്ടു ജയം വൈരിയോടു പോരുക. യേശുവിൻ വീരന്മാരെ ധൈര്യത്തോടെ നടപ്പേൻ. ദേശവും ഭയം വേണ്ട, നമുക്കിന്ന് ജയിക്കാം. യേശു താൻ കൂടെയുണ്ട് നായകനായെപ്പോഴും. യേശു താൻ കൂടെയുണ്ട് നായകനായെപ്പോഴും. യേശുവിൻ വീരന്മാരെ ധൈര്യത്തോടെ നടപ്പേൻ. സ്നേഹത്തിൽ കൂടി പിടിച്ചെല്ലാടവും ചുറ്റിനാം കാഹളങ്ങളൂതുകാവൻ കോട്ടകളിടിയുമേ. കാഹളങ്ങളൂതുകാവൻ കോട്ടകളിടിയുമേ. യേശുവിൻ വീരന്മാരെ ധൈര്യത്തോടെ നടപ്പേൻ. ജയത്തെ നമുക്കേശു മൂലം തരുന്നവനോ. ജയം ജയം ഹല്ലേലൂയ ഹല്ലേലൂയ നിരന്തരം. ജയം ജയം ഹല്ലേലൂയ ഹല്ലേലൂയ നിരന്തരം. യേശുവിൻ വീരന്മാരെ ധൈര്യത്തോടെ നടപ്പേൻ. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. ഈ യഹോവയുണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അതിരങ്ങളെ തുറക്കണമേ, എന്നാൽ സ്തുതിയെ വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ, ആദിയിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമീൻ. തൃത്വത്തിനു സ്തുതി. പേജ് നമ്പർ 34. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. കർത്താവിന്റെ നാമത്തിൽ വന്നവനായിരിക്കുന്നു, വാഴ്ത്തപ്പെട്ടവനാവുന്നു. സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു.
നീ പരിശുദ്ധനാകുന്നു. സർവശക്തനെ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഗ്ലോറിയ നമുക്ക് ചേർന്ന് ഉപയോഗിക്കാം. പേജ് നമ്പർ 5. മനുഷ്യർക്കു സമാധാനമുണ്ടാകട്ടെ. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തിയുള്ള പിതാവായ ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങൾ നിന്നെ വന്ദിക്കുന്നു, ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. നിന്റെ വലിയ മഹത്വത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഏകജാതനായ പുത്രനായ യേശു ക്രിസ്തുവാകുന്ന കർത്താവേ, കർത്താവായ ദൈവമേ, പിതാവിന്റെ പുത്ര, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്നവനെ, ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നവനെ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. നീ മാത്രമല്ലോ പരിശുദ്ധൻ, നീ മാത്രം കർത്താവ്, മശിഹായേ, നീ മാത്രം പരിശുദ്ധാത്മാവിനോട് കൂടെ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിൽ ഔന്നതനാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമുമ്പാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങൾ നിൻ്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാവങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ. നിൻ്റെ വിശുദ്ധവചനം ശ്രദ്ധയോടെ കേൾക്കുന്നാൽ ഞങ്ങൾ നിൻ്റെ സ്നേഹത്തെ വലുപ്പത്തെ കൂടുതൽ അർത്ഥമായി അറിയുകയും നിൻ്റെ കൃപാവലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ചു കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമീൻ. പാവസ്വീകാരം, പേജ് നമ്പർ 40. നമുക്ക് പാവമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം ഇല്ലാതെയായി നമ്മുടെ പാവങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവ നമ്മുടെ പാവങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പൊക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാവം ചെയ്തിരിക്കുന്നു, ഇനി നിൻ്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാവൊഴികെ സർവ്വതുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം.
നമുക്ക് നമ്മുടെ പാവങ്ങളെ സർവശക്തനായ ദൈവത്തോട് വിനയമായി ഏറ്റുപറയാം. രണ്ടാമത്തെ പ്രാർത്ഥന ചേർന്ന് പ്രാർത്ഥിക്കാം. പേജ് നമ്പർ 42. ഞങ്ങളുടെ പിതാവായ ദൈവമേ, ഞങ്ങൾ വിചാരത്തിലും വാക്കിലും പ്രവൃത്തിയിലും നിനക്ക് വിരോധമായി പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ നിന്നെ പൂർണ്ണമായ ഹൃദയത്തോടെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളുടെ കൂട്ടുകാരോട് ഞങ്ങളെപ്പോൾ തന്നെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പാവങ്ങളിൽ നിന്ന് ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ദോഷത്തെ ജയിക്കുവാൻ ഞങ്ങൾക്ക് സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമീൻ. കരുണയുള്ള കർത്താവേ, നിൻ്റെ വിശ്വാസമുള്ള ജനങ്ങൾ തങ്ങളുടെ സകല പാവങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെട്ട് ശാന്ത മനസ്സോടെ നിന്നെ സേവിപ്പാനായിട്ട് അവർക്ക് പാവമോചനവും സമാധാനവും നൽകണമെന്ന് ഞങ്ങൾ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമീൻ. ഇന്നത്തേക്കുള്ള പ്രത്യേകമായ അപേക്ഷ: ദൈവജനത്തെ സജ്ജമാക്കുക. സകല ജ്ഞാനത്തിൻ്റെ ഉറവിടമായ ദൈവമേ, വിവിധ മാർഗങ്ങൾ കൂടി നിരന്തരമായി നിന്നെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തുകയും ദൈവജനത്തെ സനാതന സത്യത്തിൽ ഉറപ്പിക്കുവാൻ ഞങ്ങളെ സജ്ജമാക്കുകയും ചെയ്യുന്ന നിൻ്റെ പരിപാലനത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഇരിക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും തലമുറകൾ നിൻ്റെ വേദത്തിൽ നിലനിൽക്കുവാൻ കൃപ ചെയ്യണമേ. പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനെ പോലെ നിന്റെ വചനം കേൾക്കുവാനും പ്രവർത്തിക്കുവാനും ഞങ്ങളെ സഹായിക്കണമെന്ന് നിന്നോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമീൻ. പഴയ നിയമ വേദഭാഗം ഫസ്റ്റ് ലെസൺ. The first lesson is taken from the book of Deuteronomy, chapter 6, verses 1 to 17. Chapter 6, verses 1 to 17. The Great Commandment. These are all the laws that the Lord your God commanded me to teach you. Obey them in the land that you are about to enter and occupy. As long as you live, you and your descendants are to honor the Lord your God and obey all his laws that I am giving you, so that you may live in that land a long time. Listen to them, people of Israel, and obey them. Then all will go well with you, and you will become a mighty nation and live in that rich and fertile land, just as the Lord, the God of our ancestors, has promised. Israel, remember this: the Lord and the Lord alone is our God. Love the Lord with your God with all your heart, with all your soul, and with all your strength. Never forget these commands that I am giving you today. Teach them to your children. Repeat them when you are at home and when you are away, when you are resting and when you are working. Tie them on your arms and wear them on your foreheads as a reminder. Write them on the doorposts of your houses and on your gates. Just as the Lord your God promised your ancestors Abraham, Isaac and Jacob, he will give you a land with large and prosperous cities which you did not build. The houses will be full of good things which you did not put in them, and there will be wells that you did not dig, and vineyards and olive orchards that you did not plant. When the Lord brings you into this land and you will have all you want to eat, make certain that you do not forget the Lord who rescued you from Egypt, where you were slaves. Honor the Lord your God, worship only him, and make your promises in his name alone. Do not worship other gods, any of the gods of the peoples around you. If you worship other gods, the Lord's anger will come against you like fire and will destroy you completely, because the Lord your God, who is present with you, tolerates no rivals. Do not put to test the Lord your God to test, as you did at Massah. Be sure that you obey all the laws that he has given you. Here ends the first lesson. ഇന്നത്തേക്കുള്ള പ്രത്യേക സങ്കീർത്തനം 119 സങ്കീർത്തനം, സാംസ് 119. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന സങ്കീർത്തനം 119, 89 മുതൽ 104 വരെയുള്ള വാക്യങ്ങൾ. സാംസ് 119 വേഴ്സസ് 89 to 104. യഹോവേ, നിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. നിന്റെ വിശ്വസ്തത തലമുറ തലമുറയോളം ഇരിക്കുന്നു. നീ ഭൂമിയെ സ്ഥാപിച്ചു, അത് നിലനിൽക്കുന്നു. അവ ഇന്നുവരെ നിന്റെ നിയമപ്രകാരം നിലനിൽക്കുന്നു. സർവ സൃഷ്ടികളും നിന്റെ ദാസന്മാരല്ലോ. നിന്റെ ന്യായപ്രമാണം എൻ്റെ പ്രമോദം ആയിരുന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ കഷ്ടതയിൽ നശിച്ചു പോകുമായിരുന്നു. ഞാൻ ഒരു നാളും നിന്റെ പ്രമാണങ്ങളെ മറക്കയില്ല. അവയെ കൊണ്ടല്ലോ നീ എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത്. ഞാൻ നിനക്കുള്ളവനത്രേ, എന്നെ രക്ഷിക്കണമേ. ഞാൻ നിന്റെ പ്രമാണങ്ങളെ അന്വേഷിക്കുന്നു.
ദുഷ്ടന്മാർ എന്നെ നശിപ്പിപ്പാൻ പതിയിരിക്കുന്നു. ഞാനോ നിന്റെ സാക്ഷ്യങ്ങളെ ചിന്തിച്ചു കൊള്ളും. സകല സമ്പൂർത്തിക്കും ഞാൻ അവസാനം കണ്ടിരിക്കുന്നു. നിന്റെ കൽപ്പനയോ അത്യന്തം വിസ്തീർണമാകുന്നു. നിന്റെ ന്യായപ്രമാണം എനിക്ക് എത്രയോ പ്രിയം. ഇടവിടാതെ അതു എൻ്റെ ധ്യാനമാകുന്നു. നിന്റെ കൽപ്പനകൾ എന്നെ എൻ്റെ ശത്രുക്കളേക്കാൾ ബുദ്ധിമാനാക്കുന്നു. അവ എപ്പോഴും എൻ്റെ പക്കലുണ്ട്. നിന്റെ സാക്ഷ്യങ്ങൾ എൻ്റെ ധ്യാനമായിരിക്കൊണ്ട് എൻ്റെ സകല ഗുരുക്കന്മാരിലും ഞാൻ ബുദ്ധിമാനാകുന്നു. നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കയാൽ ഞാൻ വയോധികന്മാരിലും വിവേകമേറിയവനാകുന്നു. നിന്റെ വചനം പ്രമാണിക്കേണ്ടതിന് ഞാൻ സകല ദുർമാർഗത്തിൽ നിന്നും കാൽ വിലക്കുന്നു. നീ എന്നെ ഉപദേശിച്ചിരിക്കയാൽ ഞാൻ നിന്റെ വിധികളെ വിട്ടുമാറിയിട്ടില്ല. തിരുവചനം എൻ്റെ അണ്ണാക്കിനെത്ര മധുരം, അവ എൻ്റെ വായിക്ക് തേനിലും നല്ലത്. നിന്റെ പ്രമാണങ്ങളാൽ ഞാൻ വിവേകമുള്ളവനാകുന്നു. അതുകൊണ്ട് ഞാൻ സകല വ്യാജമാർഗവും വെറുക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ഇപ്പോൾ നയിക്കുള്ള പ്രകാരം തന്നെ ആമേൻ. രണ്ടാം പാഠം, സെക്കൻഡ് ലെസൺ. The second reading for today is taken from Ephesians chapter 4 verses 7 to 16. Ephesians chapter 4 verses 7 to 16. Each one of us has received a special gift in proportion to what Christ has given. As the scripture says, when he went up to the very heights, he took many captives with him. He gave gifts to mankind. Now, what does he went up mean? It means that first he came down to the lowest depths of the earth. So, the one who came down is the same one who went up above and beyond the heavens to fill the whole universe with his presence. It was he who gave gifts to mankind. He appointed some to be apostles, others to be prophets, others to be evangelists, others to be pastors and teachers. He did this to prepare all God's people for the work of Christian service, in order to build up the body of Christ. And so we shall all come together to that oneness in our faith and in our knowledge of the Son of God. We shall become mature people, reaching to the very height of Christ's full stature. Then we shall no longer be children, carried by the waves and blown about by every shifting wind to the teaching of deceitful men, who lead others into error by the tricks they invent. Instead, by speaking the truth in a spirit of love, we must grow up in every way to Christ, who is the head. Under his control, all the different parts of the body fit together, and the whole body is held together by every joint with which it is provided. So when each separate part works as it should, the whole body grows and builds itself up through love. Thanks be to God. 3 വിശുദ്ധ യുവക്കന്മാരുടെ പാട്ട് വാക്യപ്രതിവാക്യമായി ഏറ്റുചൊല്ലാം. പേജ് നമ്പർ 48, ബെനഡിക്കറ്റ്. കർത്താവിൻ്റെ സകല സൃഷ്ടികളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ, അവനെന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തുവിൻ. കർത്താവിൻ്റെ ദൂതന്മാരെ കർത്താവിനെ വാഴ്ത്തുവിൻ, അവനെന്നും പുകഴ്ത്തി മഹത്വപ്പെടുത്തുവിൻ. ആകാശങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ, ആകാശവിധാനത്തിന് മീതെയുള്ള വെള്ളങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ. കർത്താവിനെ സർവശക്തികളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ, സൂര്യചന്ദ്രന്മാരെ കർത്താവിനെ വാഴ്ത്തുവിൻ. ആകാശത്തിലെ നക്ഷത്രങ്ങളെ കർത്താവിനെ വാഴ്ത്തുവിൻ, മഴയും മഞ്ഞുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. ദൈവത്തിൻ്റെ കാറ്റുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ, അഗ്നിയുഷ്ണമേ കർത്താവിനെ വാഴ്ത്തുവിൻ. ശീതകാല ഉഷ്ണകാലവുമേ കർത്താവിനെ വാഴ്ത്തുവിൻ, മഞ്ഞുറച്ച മഞ്ഞുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. ഉറച്ച മഞ്ഞു ശീതമേ കർത്താവിനെ വാഴ്ത്തുവിൻ, ഉറച്ച വെള്ളവുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. രാപ്പകലുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ, ഇരുവെളുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ. മിന്നലും മേളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ, അവനിൽ നിന്നും പൂഴ്ത്തി മഹത്വപ്പെടുത്തുവിൻ. ഭൂമി കർത്താവിനെ വാഴ്ത്തട്ടെ, അത്രയുമല്ല അവനെന്നും പൂഴ്ത്തി മഹത്വപ്പെടുത്തട്ടെ. പർവ്വതങ്ങളും കുന്നുകളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ, ഭൂമിയിലെ സർവ്വമേ കർത്താവിനെ വാഴ്ത്തുവിൻ.
കിണറുകളെ കർത്താവിനെ വാഴ്ത്തുവിൻ, സമുദ്രങ്ങളും നദികളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. ചലിക്കുന്ന അതിമിലാന്തികൾ സകലമേ കർത്താവിനെ വാഴ്ത്തുവിൻ, ആകാശത്തിലെ സകല പറവകളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ. സകല മൃഗങ്ങളും കന്നുകാലികളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ, മനുഷ്യമക്കളെ കർത്താവിനെ വാഴ്ത്തുവിൻ. ഇസ്രായേൽ കർത്താവിനെ വാഴ്ത്തട്ടെ, അവനിൽ നിന്നും പൂഴ്ത്തി മഹത്വപ്പെടുത്തട്ടെ. കർത്താവിൻ്റെ പുരോഹിതന്മാരെ കർത്താവിനെ വാഴ്ത്തുവിൻ, കർത്താവിൻ്റെ ദാസന്മാരെ കർത്താവിനെ വാഴ്ത്തുവിൻ. നീതിമാന്മാർ ആത്മാക്കളും ദൈവങ്ങളുമേ കർത്താവിനെ വാഴ്ത്തുവിൻ, ഹൃദയശുദ്ധിയുള്ള മനുഷ്യരെ കർത്താവിനെ വാഴ്ത്തുവിൻ. ഹനനയാവസിയാമീശാലുമേ കർത്താവിനെ വാഴ്ത്തുവിൻ, അവനെന്നും പോഴ്ത്തി മഹത്വപ്പെടുത്തുവിൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ദൈവത്തെ വാഴ്ത്താം, അവനെന്നും പോഴ്ത്തി മഹത്വപ്പെടുത്താം. കർത്താവേ, സ്വർഗീയ മണ്ഡലങ്ങളിൽ നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നീ എന്നേക്കും സ്തുതിക്കപ്പെടുന്നവനും എല്ലാറ്റിനും മീതെ മഹോന്നതനും ആകുന്നുവല്ലോ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 24 മുതൽ 29 വരെയുള്ള ദൈവവചനങ്ങളെ കേൾപ്പീൻ. ഗോസ്പൽ അക്കോർഡിംഗ് ടു സെൻറ്റ് മാത്യു ചാപ്റ്റർ 7 വേഴ്സസ് 24 to 29. ആകിയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു ആ വീട്ടിന്മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല. എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു ആ വീടിന്മേൽ അലച്ചു. അത് വീണു. അതിൻ്റെ വീഴ്ച വലിയതായിരുന്നു. ഈ വചനങ്ങളെ യേശു പറഞ്ഞു തീർന്നപ്പോൾ പുരുഷാരം അവൻ്റെ ഉപദേശത്തെങ്കിൽ വിസ്മയിച്ചു. അവിടെ ശാസ്ത്രിമാരെ പോലെ അല്ല, അധികാരമുള്ളവനായിട്ടത്രേ അവൻ അവരോട് ഉപദേശിച്ചത്. ഇത് ക്രിസ്തുവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, നിനക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് നമ്മോട് ദൈവവചനം പങ്കുവയ്ക്കുന്നത് കൊച്ചിൻ ഡയസിസിൽ പാലക്കാട് CSI ഇടവുകാരിയായിരിക്കുന്ന റവറൻ പ്രിൻസ് ജോർജ് അച്ഛനാണ്. അച്ഛൻ്റെ ശുശ്രൂഷകളെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത പാട്ടിന് ശേഷം അച്ഛൻ നമ്മോട് ദൈവവചനം പങ്കുവയ്ക്കുന്നു. അച്ഛനോടുള്ളതായ നന്ദി സ്നേഹവും അറിയിക്കുകയും ചെയ്യുന്നു. കീർത്തനം 265, ഹിൻ നമ്പർ 265. ക്രിസ്ത്യസൈന്യമേവാ ഓരൻ നിരയായി മുൻപേ പോയ യേശു തന്നെ നോക്കിടേ. ക്രിസ്തുരാജനെ പോൽ വഴികൾക്കെതിർ മുൻപോട്ടെത്തി പോര് കണ്ണിൻ താൻ കൊടി. ക്രിസ്ത്യസൈന്യമേവാ പോരിൽ നിരയായി മുൻപേ പോയ യേശു തന്നെ നോക്കിടും. താൻ സേനയെല്ലാം പാഞ്ഞോടുന്നു കാൽ മുന്നോട്ടോടിയെത്തി ക്രിസ്ത്യസൈന്യമേ പാതാളമേലാക്കി ജയഗിരിയാ ഘോഷിച്ചാനന്ദിപ്പേൻ
പാടിനുച്ചത്തിൽ ക്രിസ്ത്യ സൈന്യമേവ ഒരു നിരയായി മുൻപേ പോയ യേശു തന്നെ നോക്കിടും. ജനമേ മുൻപോടി വന്നിടും. ഈ കൂട്ടത്തോടെ ചാനന്ദിച്ചിടും. മഹത്വം സ്തുതിയും മനമെന്നിവ യേശുരാജനെന്നും ആയിരിക്കട്ടെ. ക്രിസ്ത്യ സൈന്യമേവ ഒരു നിരയായി മുൻപേ പോയ യേശു തന്നെ നോക്കിടും. നമ്മുടെ തലകളെ നമുക്ക് വണക്കാം, പ്രാർത്ഥിക്കാം. കാലാകാലങ്ങളിൽ നിന്നെ അന്വേഷിക്കുന്നവർക്ക് വെളിപ്പെടുകയും അവരെ അനുഗ്രഹിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, നിന്നെ അന്വേഷിക്കാനും നിന്നെ കണ്ടെത്താനും നിന്നിലൂടെ ജീവിക്കാനും ഞങ്ങളെ നീ സഹായിക്കണമേ. നിന്റെ മക്കളായ ഞങ്ങൾ നിന്റെ വചനം കേൾക്കുന്നതിലൂടെ ധ്യാനിക്കുന്നതിലൂടെ ദൈവത്തിന്റെ കൃപ അനുഭവിക്കുവാൻ സഹായിക്കണം. നാഥാ, നിന്റെ കരങ്ങളിലേക്ക് ഇതാ ഞങ്ങളെ സമർപ്പിച്ച് ഭരമേൽപ്പിക്കുന്നു. രക്ഷകനും കർത്താവുമായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൽ സ്നേഹവും വാത്സല്യവുമുള്ള ഹൈദരാബാദ് CSI മലയാളം ഇടവകയിലെ കുടുംബാംഗങ്ങളെ, നിങ്ങൾക്കേവർക്കും ക്രിസ്തേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. അനുഗ്രഹീതമായ ഈ ആരാധനയിൽ നിങ്ങളോടുകൂടെ സംബന്ധിക്കുവാൻ സാധിച്ചതിലുള്ള സന്തോഷം അറിയിക്കുന്നു. എനിക്ക് ഈ അവസരം ഒരുക്കി തന്ന എന്റെ ഏറ്റവും പ്രിയ സ്നേഹിതനും സഹോദരനുമായ സന്തോഷത്തിനോടും കുടുംബത്തോടും ഇടവക കമ്മിറ്റി അംഗങ്ങളോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഈ പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ ആരാധന ഓൺലൈൻ വഴിയായി വിശ്വാസ ഹൃദയങ്ങളിലേക്ക് എത്തിച്ചേർക്കുവാൻ ദൈവം സഹായിക്കുന്നുണ്ട്. ഏത് വിധേനയായാലും ഏത് മുഖാന്തരങ്ങളിലൂടെ ആയാലും നിരന്തരമായി ആരാധന സംബന്ധിക്കുക ദൈവവൈദ്യന്റെ കടമയാണ്. അതുകൊണ്ട് ഈ അനുഗ്രഹീതമായി ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തിൽ എന്റെ സ്നേഹവന്ദനം പ്രാർത്ഥനയോടും അതിലേറെ സ്നേഹത്തോടും കൂടി ഞാൻ രേഖപ്പെടുത്തുന്നു. കർത്താവിൽ സ്നേഹമുള്ള ദൈവജനം, ദൈവത്തെ അറിയുക, ദൈവത്തെ കുറിച്ച് അറിയുക എന്ന രണ്ട് പ്രയോഗങ്ങൾ. ദൈവത്തെ കുറിച്ച് അറിയുക എന്നാൽ ദൈവത്തിന്റെ ഗുണഗണങ്ങളെ കുറിച്ചും ദൈവത്തിന്റെ അസ്തിത്വത്തെ കുറിച്ചും ദൈവത്തിന്റെ വ്യത്യസ്തങ്ങളായ പേരുകളെ കുറിച്ചും സ്വഭാവ സവിശേഷതകളെ കുറിച്ചും ഒക്കെയുള്ള നമ്മുടെ വൈജ്ഞാനികമായ അറിവാണ്, ഇൻഫർമേഷൻസ് ആണ്. ദൈവം ഇങ്ങനെയാണ്, ദൈവം അങ്ങനെയാണ് എന്നുള്ള നമ്മുടെ അറിവിന്റെ തലമാണ്. ദൈവത്തെ അറിയുക എന്ന് വെച്ചാൽ സൃഷ്ടാവും പരിപാലകനുമായ സ്നേഹമയനായ കാരുണ്യവാനായ ഒരു ദൈവമുണ്ട് എന്നും ആ ദൈവം എന്നെ സൃഷ്ടിച്ചുവെന്നും എന്റെ ആവശ്യങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള വിശ്വാസത്തിന്റെ ഒരു തലമായിരിക്കുന്ന ഒരു തലമാണ് ദൈവത്തെ അറിയുക എന്ന്. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണാൻ ദൈവം സ്വർഗത്തിൽ നിന്നും നോക്കും. ദൈവത്തെ അന്വേഷിക്കുന്ന മക്കളെ കുറിച്ച് ദൈവത്തിന് അതിയായ സന്തോഷം. ദൈവത്തെ അറിയുന്ന, ദൈവത്തെ അറിയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന മക്കളെ കുറിച്ച്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിന്റെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ യേശു പറയുന്ന ഒരു കാര്യം,
ദൈവത്തെയും ദൈവത്തിന്റെ പുത്രനായ യേശുവിനെയും അറിയുന്നത് നിത്യജീവൻ എന്നുള്ളത്. ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അൺഎൻഡിങ് ലൈഫ്, നിത്യജീവൻ പ്രാപിക്കണം എന്നത് തന്നെയാണ്. അതിനുള്ള നമ്മുടെ ആത്മീയ ശുശ്രൂഷ ക്രമീകരണങ്ങളൊക്കെയാണ് ആരാധനയും വചനധ്യാനവും വചന പഠനവും എല്ലാം. ഇന്ന് ദക്ഷിണേന്ത്യ സഭ ഈ ഞായറാഴ്ചയെ ദൈവശാസ്ത്ര വിദ്യാഭ്യാസ ഞായറായിട്ട് ആചരിക്കുന്നു. ദൈവജനത്തെ സജ്ജരാക്കി തീർക്കുക എന്നുള്ളതാണ് നമ്മുടെ ചിന്താവിഷയം. ഏതൊക്കെ രീതിയിലാണ് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് നാം സജ്ജരായി തീരേണ്ടത്? കാലങ്ങൾ മാറി വരുന്നതോറും കാലഘട്ടത്തിന്റെ പ്രതിസന്ധികളെ, പ്രശ്നങ്ങളെ, വ്യത്യസ്തങ്ങളായ ജീവിത ശൈലികളെ, വിശ്വാസ ശൈഥില്യങ്ങളെ, വിശ്വാസത്തിന്റെ വീഴ്ചകളൊക്കെ അതിജീവിച്ച് ദൈവത്തെ സമ്പൂർണമായി അടുത്ത് അറിഞ്ഞ് വിശ്വാസത്തിൽ കൂടുതൽ വളരുവാൻ, പ്രത്യാശയിൽ നിലനിൽക്കുവാൻ, ദൈവരാജ്യ സമൂഹമായി മുന്നോട്ട് പോകാനുള്ള ഒരു ഒരുക്കപ്പെടലാണ് നമ്മുടെ ഇത്തരത്തിലുള്ള ശുശ്രൂഷകൾ. എന്തിനു വേണ്ടി നാം എക്വിപ്പ് ചെയ്യപ്പെടണം? ടു ഫേസ് ചാലഞ്ചസ്. വെല്ലുവിളികൾ ദിനംതോറും മാറി മാറി ഉണ്ടായി വരും. ഓരോ കാലം മാറി വരുന്നതോറും ജീവിതത്തിൽ വെല്ലുവിളികൾ, ആ വെല്ലുവിളികളെ അതിജീവിക്കാൻ വേണ്ടി നാം ഒരുക്കപ്പെടേണ്ടിയിരിക്കുന്നു. ടു ഫേസ് ദ ഫാൾസ് ടീച്ചിങ്സ്. ദൈവവചനത്തെ തെറ്റായി വ്യാഖ്യാനിക്കുന്ന ആത്മീയ പ്രവർത്തനങ്ങൾ ഏറി വരുന്ന കാലഘട്ടത്തിൽ എന്താണ് ദൈവശബ്ദമെന്നും എന്താണ് ദൈവം ആഗ്രഹിക്കുന്നതെന്നും എന്താണ് വചനമെന്നും ശരിയായി മനസ്സിലാക്കാനും അതിൻ പ്രകാരം ജീവിതത്തെ ക്രമപ്പെടുത്താനും നാം ഒരുക്കപ്പെടേണ്ടത് ഉണ്ട്. ടു ബിൽഡ് എ ഹെൽത്തി കമ്മ്യൂണിറ്റി. നാം ജീവിക്കുന്ന ഒരു മതബഹുല ചുറ്റുപാടുമാണ്. വ്യത്യസ്ത മതങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും വിശ്വാസ ജീവിതങ്ങളും ഒക്കെയുള്ള പരിസ്ഥിതി ജീവിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം വിശാലമായി മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാൻ പാകത്തിന് ആയിത്തീരുവാൻ ഹെൽത്തി കമ്മ്യൂണിറ്റി നമ്മൾ ഒരുക്കപ്പെടേണ്ടിയിരിക്കുന്നു. ടു ബിൽഡ് എ ബെറ്റർ ഫ്യൂച്ചർ. നാളെ കുറച്ചുകൂടി മനോഹരമായി തീരുവാൻ നാം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടത് ആവശ്യമാണ്. ടു അറ്റൈൻ എറ്റേണൽ ലൈഫ്. നിത്യജീവനാണ് ജീവിതത്തിന്റെ പരമപ്രധാന ലക്ഷ്യം. ആ നിത്യജീവനിലേക്ക് ഒരുക്കപ്പെടാൻ വേണ്ടി നാം കുറെ കൂടി വളരേണ്ടത് അനിവാര്യമായ ഘടകമാണ്. ടു വിറ്റ്നസ് ഗോഡ്. ജീവിതങ്ങളിൽ ദൈവത്തെ പ്രഘോഷിക്കുവാൻ, ദൈവത്തെ സാക്ഷീകരിക്കുവാൻ നാം നമ്മുടെ ജീവിതത്തെ കുറെ കൂടി ക്രമീകരിക്കേണ്ടതായിട്ട് ഉണ്ട്. ടു ഫുൾഫിൽ ദി വിൽ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ഹിതം, ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിയാനും അത് ഈ ഭൂമിയിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ ഒരുക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ടു ബ്രിങ് ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യം എന്ന ദൈവിക ഹിതം ഇവിടെ നിറവേറ്റുവാൻ നമ്മുടെ പ്രവർത്തന മേഖലകളിലൂടെ നാം വിശ്വസ്തരായി ദൈവത്തോട് കൂടെ ചേർന്ന് വന്നിട്ട് ഈ ലോകത്തെ രൂപാന്തരപ്പെടുത്തിയെടുക്കുവാൻ, ദൈവരാജ്യ സമൂഹമാക്കി തീർക്കുവാൻ നമ്മൾ എക്വിപ്പ് ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. ഈ ദൈവശാസ്ത്ര ഞായറിൽ നമ്മൾ ധ്യാനിക്കുന്നതും നമ്മൾ പഠിക്കുന്നതും അത്തരത്തിലുള്ള ചിന്തകൾ ആവണം. നാം ഇന്ന് വായിച്ചു കേട്ട വേദപുസ്തക ഭാഗങ്ങളിലൂടെയൊക്കെ എങ്ങനെയാണ് നമ്മൾ ശക്തരായി തീരേണ്ടത്, എങ്ങനെയാണ് നമ്മൾ എക്വിപ്പ് ചെയ്യപ്പെടേണ്ടതെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് സ്വതവേ ദൈവത്തെ മനസ്സിലാക്കുക എളുപ്പമല്ല. നമ്മുടെ ബുദ്ധി കൊണ്ടോ ജ്ഞാനം കൊണ്ടോ നമ്മുടെ അറിവുകൊണ്ടൊന്നും ദൈവത്തെ മനസ്സിലാക്കുക എളുപ്പമല്ല. പക്ഷേ ദൈവത്തിന്റെ സ്വയം വെളിപാടിലൂടെ നമുക്ക് ആ ദൈവത്തെ മനസ്സിലാക്കാനായിട്ട് കഴിയും. ദൈവത്തിന്റെ സ്വയം വെളിപാട് ദൈവത്തെ മനസ്സിലാക്കുന്നതിന് അനിവാര്യമായ ഘടകമാണ്. പഴയ നിയമപുസ്തകങ്ങളിൽ, വേദപുസ്തകത്തിലൊക്കെ ഭക്തന്മാരായവർ ദൈവം വെളിപ്പാട് നൽകുന്നത് കാണാൻ കഴിയും. നോഹയ്ക്കും എബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും പ്രവാചകന്മാർക്കും എല്ലാം ദൈവം തന്റെ അസ്തിത്വത്തെ സ്വയം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ദൈവം അവർക്ക് സ്വയം വെളിപ്പെടുത്തിയത് അവരവർക്ക് വേണ്ടി മാത്രം ദൈവത്തെ അറിയാനല്ല, മറിച്ച് ഓരോരുത്തരും മനസ്സിലാക്കുന്ന ദൈവത്തെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ വേണ്ടി കൂടിയായിരുന്നു. നാം ഇന്ന് വായിച്ചു കേട്ട പഴയ നിയമ പുസ്തക ഭാഗം, ആവർത്തന പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വേദപുസ്തക ഭാഗത്ത് ഇസ്രായേൽ ജനതയോട് പൊതുവെ കൊടുക്കുന്ന കുറെ നിർദ്ദേശങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിയുക.
ദൈവമായ യഹോവയെ പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കണം. യുക്തിപരമായിട്ട് പറയുന്നത് നിന്റെ ഉള്ളിൽ ആ ദൈവ സ്നേഹം ഉണ്ടാകണം, നിന്റെ ഉള്ളിൽ ദൈവം ഉണ്ടാകണം എന്ന് പറയുന്ന ചിന്തയാണ്. നിന്റെ ഉള്ളിൽ ദൈവം ഉണ്ടാകുമ്പോൾ നിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ദൈവത്തെ മറ്റുള്ളവരിലേക്ക് പകരണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. ആവർത്തന പുസ്തകം 6:6 പറയുന്നത് നിന്റെ ഹൃദയത്തിൽ ഇതൊക്കെ ഇരിക്കണം. 6:7 പറയുന്നത് നീ അവയെ നിന്റെ മക്കളിലേക്ക്, തലമുറയിലേക്ക് പകർന്നു കൊടുക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇത് ദൈവത്തിന്റെ കൃപകളെ കുറിച്ച്, ദൈവിക സ്നേഹത്തെ കുറിച്ച്, നന്മയായ ദൈവത്തെ കുറിച്ച് മനസ്സിലാക്കാനും മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയണം. പരസ്പരം കൊന്നുപിടിക്കുവാൻ പരിശ്രമിക്കുന്ന ദൈവത്തെ കുറിച്ചല്ല, മറിച്ച് മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ മനസ്സ് കാണിക്കുന്ന മാനവ ഹൃദയമുള്ള മനുഷ്യ സ്നേഹത്തിന്റെ പ്രതിനിധാനമായിട്ടുള്ള ദൈവികമായ സ്നേഹത്തെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ നമുക്ക് കഴിയേണ്ടിയിരിക്കുന്നു എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പകരുമ്പോഴാണ് നാം നമ്മുടെ സമൂഹം നന്മയിലേക്ക് വളർന്നു എന്ന് പറയുവാൻ കഴിയുക. രണ്ടാമത് നാം വായിച്ചു കേട്ട വേദപുസ്തക ഭാഗം സങ്കീർത്തന പുസ്തകത്തിൽ ദൈവവചനത്തിലൂടെയാണ് ദൈവത്തെ നമ്മൾ അറിയുക. മനുഷ്യന്റെ വാക്കുകൾക്ക് അതീതമായി ദൈവവചനത്തിലൂടെയാണ് ദൈവത്തെ നമുക്ക് അറിയാൻ കഴിയും. 119 സങ്കീർത്തനം 89 മുതൽ 104 വരെയുള്ള തിരുവചന വേദപുസ്തകമാണ്. ദൈവത്തിന്റെ വചനം ദൈവത്തെ കുറിച്ച് പറയുന്നതിനേക്കാൾ കൂടുതലായി ദൈവത്തിന് നമ്മെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങളാണ്. നമ്മൾ എങ്ങനെയാകണം, നമ്മുടെ ചുറ്റുപാട് എങ്ങനെയാകണം, ലോകം എങ്ങനെയാകണം, ജീവിതം എങ്ങനെയാകണമെന്ന ദൈവികമായുള്ള കാഴ്ചപ്പാടുകൾ അവിടെ കാണാൻ കഴിയും. ദൈവത്തിന്റെ വചനം ആവശ്യപ്പെടുന്നത് നാം എങ്ങനെയായിത്തീരണമെന്നുള്ള ചിന്തയാണ്. അതുകൊണ്ട് പറയുന്നത് ദൈവവചനത്തെ കുറിച്ച് 3 പ്രധാനപ്പെട്ട ചിന്തകൾ സങ്കീർത്തനക്കാരൻ പറയുന്നത്. ദൈവത്തിന്റെ വചനം പാലാണ്. വേർഡ് ഓഫ് ഗോഡ് ഈസ് ലൈക്ക് മിൽക്ക്, കുടിച്ച് വളരാൻ. വേർഡ് ഓഫ് ഗോഡ് ഈസ് ലൈക്ക് ഹണി, ഭക്ഷിച്ച് വളരാൻ. വേർഡ് ഓഫ് ഗോഡ് ഈസ് ലൈക്ക് ലാമ്പ്, വെളിച്ചമാണ്, വഴി നടന്നു പോകാനുള്ള വെളിച്ചം. അതുകൊണ്ട് ജീവിതയാത്രയിൽ വചനപ്രകാരം, വചനം ദൈവത്തിന്റെ ശബ്ദമാണ്, ദൈവം നമ്മോട് പറയുന്നതാണ്. അതിനെ ഉൾക്കൊള്ളാനും ദൈവവചനത്തിലൂടെ നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തിയെടുക്കാനും നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ജീവിതം പ്രതിസന്ധികളിൽ വീണുപോകാതെ അതിജീവിക്കുവാൻ കരുത്തുള്ളതായി തീരുമെന്നതിന് യാതൊരു സംശയവുമില്ല. ഈ ദൈവശാസ്ത്ര വിദ്യാഭ്യാസ ന്യായങ്ങളിൽ നാം ദൈവത്തെ അറിയുവാൻ നമ്മെ തന്നെ കൂടുതൽ ഒരുക്കേണ്ടിയിരിക്കുന്നു. അതിന് നമുക്ക് സ്വയം ഒരുപക്ഷെ സാധിച്ചെന്ന് വരുന്നത്. അപ്പോസ്തലരുടെ പുസ്തകം 8-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ എത്യോപ്യ രാജ്ഞിയുടെ ധനമന്ത്രിയായിരുന്ന ഒരു ഷണ്ടനെ കുറിച്ച് പറയുന്നു. അദ്ദേഹം തേരിൽ യാത്ര ചെയ്യുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുന്നു. ഒരു സംഭവം മൃതം കിട്ടിയില്ല. എന്താണ് വായിക്കുന്നതെന്നോ എന്താണ് ആശയം എന്നതിന് മനസ്സിലായില്ല. എന്നാൽ ദൈവത്തിന്റെ ആത്മാവിൽ ഫിലിപ്പോസ് ചെന്ന് ആ കാര്യം ആ വ്യക്തിക്ക് വിവരിച്ചു കൊടുക്കുന്നു. ഒരുപക്ഷെ നമ്മൾ വായിക്കുന്നൊന്നും ഗ്രഹിച്ചെന്ന് വരികയില്ല. എന്നാൽ അത് ഗ്രഹിപ്പിച്ചു തരുവാൻ അതിന് യോഗ്യരായ പഠിതാക്കളെ ദൈവം ആ സമയത്ത് ഒരുക്കും. ദൈവശാസ്ത്ര വിദ്യാലയങ്ങളും ദൈവശാസ്ത്ര അധ്യാപകരും ദൈവശാസ്ത്ര വിദ്യാർത്ഥികളുമൊക്കെ ഒരു തരത്തിൽ ദൈവത്തിന്റെ വചനത്തെ വ്യാഖ്യാനിക്കുന്നവരും അത് വിശ്വാസ ഹൃദയങ്ങളിലേക്ക് എത്തിച്ചേർക്കുന്നവരുമാണ്. അത് കൂടുതൽ കാര്യമാത്ര പ്രസക്തമായി ആ ശുശ്രൂഷയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് ആവശ്യമാണ്. എഫേസ്യ ലേഖനത്തിൽ പൗലോസ് ചില ശുശ്രൂഷ സ്ഥാനങ്ങളെ കുറിച്ച് രേഖപ്പെടുത്തുന്നുണ്ട്. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 7 മുതൽ 16 വരെയുള്ള വേദപുസ്തക ഭാഗത്ത് എന്തിനു വേണ്ടിയിട്ടാണ് ദൈവവചനവും വ്യാഖ്യാനവും ഒക്കെ എന്ന് പൗലോസ് പറയുന്ന ഒരു ആലോചന 13-ാമത്തെ വാക്യത്തിലാണ്. വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീക വർധനയ്ക്കും ദൈവസഭയും ദൈവവിശ്വാസികളും ശുശ്രൂഷകന്മാരും ഒക്കെ ദൈവഹിതപ്രകാരം വളർന്നു വരുവാൻ യഥാസ്ഥാനപ്പെടുവാനാണ് ഈ ശുശ്രൂഷകളൊക്കെ നൽകപ്പെടുക. നമ്മളൊക്കെയും വചനം കേട്ടും പഠിച്ചും ദൈവഹിതപ്രകാരം ജീവിതങ്ങളെ യഥാസ്ഥാനപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതിന് കുറച്ച് ശുശ്രൂഷ സ്ഥാനങ്ങളെ കുറിച്ച് പൗലോസ് പറയുന്നുണ്ട്. ആദിമസഭയുടെ ഒരു ക്രമീകരണത്തെ കുറിച്ച് പറയുകയാണ്. ചിലരെ പ്രവാചകന്മാരായി,
ചിലരെ അപ്പോസ്തലന്മാരായും, ചിലരെ സുവിശേഷകന്മാരായും, ചിലരെ ഇടയന്മാരായും, ചിലരെ ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. ഏത് സ്ഥാനങ്ങളുടെ ആയാലും ദൈവം ആഗ്രഹിക്കുന്നത് സുവിശേഷം മനുഷ്യഹൃദയങ്ങളിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. ദൈവത്തിന്റെ ശബ്ദം ആഗ്രഹിക്കുന്ന പോലെ മനുഷ്യഹൃദയങ്ങളിലേക്ക് എത്തിച്ചേർക്കുക എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പല മുഖാന്തരങ്ങളിലൂടെ മീഡിയാസ് വ്യത്യസ്ത മുഖാന്തരങ്ങളിലൂടെ ജനഹൃദയങ്ങളിലേക്ക് സുവിശേഷം എത്തിക്കുക തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തെ ശക്തിപ്പെടുത്തുവാൻ, ദൈവരാജ്യ ശുശ്രൂഷയിലേക്ക് നമ്മളെയും അതിന് യോഗ്യരായവരെയും നമ്മൾ വളർത്തിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെയുള്ള സ്ഥാനങ്ങളിലേക്ക് നമ്മുടെ തലമുറകളെ നാം നിയോഗിക്കേണ്ടതും പറഞ്ഞേക്കേണ്ടതും അവരെ ഒരുക്കേണ്ടതും അനിവാര്യമായ ഘടകമാണ്. ഒരു തലമുറയെ ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി നൽകുമ്പോൾ, ദൈവശാസ്ത്ര വിദ്യാഭ്യാസത്തിന് വിട്ടുകൊടുക്കുമ്പോൾ അവരിലൂടെ ദൈവത്തിന്റെ വചനം പഠിക്കുകയും അത് നമ്മളെ കൂടുതൽ വളർത്തുകയും ചെയ്യുമെന്നതിന് യാതൊരു സംശയവുമില്ല. അവസാനമായി, പ്രായോഗികമായ ജീവിതം വിശ്വാസ ജീവിതത്തിന് ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമാണ് എന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മുടെ കർത്താവായ യേശു പഠിപ്പിക്കുന്നു. പ്രായോഗികമായ ജീവിതം നമ്മുടെ വിശ്വാസ ജീവിതത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു സാക്ഷ്യമാക്കി തരുന്നു. വെറുതെ വിശ്വസിക്കുക മാത്രമല്ല, വെറുതെ പഠിക്കുക മാത്രമല്ല, വെറുതെ കേൾക്കുക മാത്രമല്ല, നാം കേൾക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ദൈവിക മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തെളിയിച്ചു കാണിക്കുകയും ചെയ്യാൻ നമുക്ക് കടമയുണ്ട് എന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 24 മുതൽ 29 വരെയുള്ള തിരുവചന വേദപുസ്തകം വായിക്കുമ്പോൾ ആ ഒരു ചിന്തയാണ് നമുക്ക് കാണാൻ കഴിയുക. 2 തരത്തിലുള്ള വ്യക്തികളെ കുറിച്ച് അവിടെ യേശു രേഖപ്പെടുത്തുന്നു. യേശുവിന്റെ ഗിരിപ്രഭാഷണത്തിന്റെ കൺക്ലൂഷനാണ് പ്രസ്തുത വേദപുസ്തക ഭാഗം. മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ യേശു നവീനമായ കുറെ കാര്യങ്ങളെ പഠിപ്പിക്കുന്നു. പുതിയ മോശ എന്നതുപോലെ പഴയ മോശ സീനായ് മലയിൽ കയറി ദൈവജനത്തിന് കൽപ്പനകളെ കൊടുത്തുവെങ്കിൽ, പുതിയ മോശയായ ക്രിസ്തുവും ഇതാ ഒരു ഉയർന്ന മലമേൽ കയറിയിരുന്ന ജനത്തോട് നവീനമായ കുറെ ഉപദേശങ്ങൾ കൊടുക്കുന്നു. ഗിരിപ്രഭാഷണത്തിലെ ഭാഗ്യാവസ്ഥകളെ കുറിച്ച് രേഖപ്പെടുത്തുന്നു. ദൈവമക്കൾ ഉപ്പും പ്രകാശവുമായി തീരേണ്ടുന്ന ആവശ്യകതയെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നു. കൊലപാതകം സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ, ഒരാളുടെ ജീവൻ പോലും അപഹരിക്കുവാൻ നമുക്ക് അവകാശമില്ല, ജീവനെ നശിപ്പിക്കുവാനല്ല, ജീവൻ സംരക്ഷിക്കുകയാണ് ബാധ്യതയെന്ന് ഓർമ്മിപ്പിക്കുന്നു. ധാർമ്മികമായ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് ഇവിടെ യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കുടുംബജീവിതങ്ങൾ എത്രത്തോളം സുരക്ഷിതമായിരിക്കണം, ശുദ്ധമായിരിക്കണമെന്നും ദൈവത്തിന്റെ പുത്രനായ യേശു ഗിരിപ്രഭാഷണത്തിൽ ജനത്തെ പഠിപ്പിക്കുന്നുണ്ട്. ലോകചരിത്രത്തിൽ ഇതുവരെ പറയാത്ത ഗുരുവിന്റെ പ്രത്യേക പഠനമാണ് ശത്രുക്കളെ സ്നേഹിക്കണം. ലോകചരിത്രത്തിൽ ഒരിക്കലും പറയാൻ കഴിയാത്ത പഠിപ്പിക്കലാണ് ശത്രുക്കളെ സ്നേഹിക്കുവാൻ പഠിപ്പിക്കുന്ന യേശുവിന്റെ അതുല്യമായ പഠിപ്പിക്കൽ. നമ്മുടെ ശത്രുക്കളെ പോലും സ്നേഹിക്കുവാൻ പഠിപ്പിക്കുന്ന ദൈവികമായ സ്നേഹത്തെ കുറിച്ച്, ഭിക്ഷ കൊടുക്കുന്നതിനെ കുറിച്ച്, മറ്റുള്ള ആവശ്യം കൊടുക്കുമ്പോൾ കൊടുക്കുന്നത് വലങ്കൈ കൊടുക്കുന്നത് ഇടങ്കൈ അറിയരുത്. മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അത് കൊട്ടിഘോഷിച്ച് വാങ്ങുന്നവനെ അപമാനിച്ചു കളയാതെ അതിനെ നോക്കണമേ എന്ന് ഓർമ്മിപ്പിക്കുന്നു. എങ്ങനെ പ്രാർത്ഥിക്കണമെന്നും പ്രാർത്ഥനയുടെ ആവശ്യം എന്താണെന്നും യേശു പഠിപ്പിക്കുന്നു. ഉപവാസത്തെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ സ്വയം ജീവിതത്തെ പുകഴ്ത്തുവാനല്ല, ദൈവമുമ്പാകെ താഴ്ത്തുകയാണ് വേണ്ടതെന്ന് യേശു പഠിപ്പിക്കുന്നു. സ്വയം ജീവിതത്തിൽ കുറവുകളും തെറ്റുകുറ്റങ്ങളും വീഴ്ചകളും ഒക്കെ ഉള്ളപ്പോൾ മറ്റുള്ളവന്റെ കുറവുകളെ നോക്കി അവനെ വിധിക്കാതെ സ്വയം രൂപാന്തരപ്പെടണമെന്നും യേശു പഠിപ്പിക്കുന്നു. ഒരു സുവർണ നിയമം കൊടുക്കുന്നത് ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ മനസ്സിലാക്കി അത് എന്റെ ആവശ്യങ്ങളെ പോലെ കണ്ട് അവരുടെ കൂടി കരുതണമെന്നും യേശു പഠിപ്പിക്കുന്നുണ്ട്. കള്ളപ്രവാചകന്മാരെ കുറിച്ച്, ദുരുപദേശങ്ങൾ പറഞ്ഞു വരുത്തി മനുഷ്യനെ വഞ്ചിച്ചു കളയുന്ന ആത്മീയ ശുശ്രൂഷകരെ കുറിച്ച്, കള്ളപ്രവാചകന്മാരെ കുറിച്ച് ക്രിസ്തു മുന്നറിയിപ്പ് തരുന്നുണ്ട്. ഇങ്ങനെ കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചതിന് ശേഷം അവസാനമായിട്ട് യേശു പറഞ്ഞു നിർത്തുന്നത് ഇങ്ങനെയാണ്: ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് അനുസരിക്കുന്നവൻ പാറമേൽ വീടുപണിത മനുഷ്യനെ പോലെ തുല്യനാണ്. എന്റെ ശബ്ദം കേൾക്കുന്നത്, എന്നെ കേൾക്കുന്നത്, എന്നെ അറിയുന്നത് നിലനിൽക്കുന്ന ജീവിതത്തിനുടമയായി തീരും. അതല്ല എന്റെ വചനം കേട്ടിട്ടും കേൾക്കാത്തവനെ പോലെയും
അറിഞ്ഞിട്ടും അറിയാത്തവനെ പോലെയും മനസ്സിലാക്കിയിട്ട് അനുസരിക്കാത്തവനെ പോലെയും ജീവിച്ചു കഴിഞ്ഞാൽ അവന്റെ ജീവിതം നശ്വരമായി തീരും, നഷ്ടമായി തീരും. മണലിന്റെ പുറത്ത് വീട് പണിതവനെ പോലെ ആയിത്തീരും. പ്രതികൂലങ്ങൾ വരുമ്പോൾ പാറപ്പുറത്തുള്ള വീട് നിലനിൽക്കും, മണലിന്മേൽ പണിതതോ നഷ്ടമായി തീരുകയും ചെയ്യും. ഈ പ്രതികൂല നാളുകളിൽ നമ്മുടെ ജീവിതങ്ങളിലെ ക്രിസ്തു എന്ന പാറമേൽ ഉറപ്പിച്ചു നിർത്തുവാൻ, കുലുങ്ങിപ്പോകാതിരിക്കുവാൻ, പ്രത്യാശയിൽ നിലനിൽക്കുവാൻ, എന്നെ നിർമ്മിച്ച, എന്നെ സൃഷ്ടിച്ച, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ടെന്നും ആ ദൈവം എന്നെ കരുതുമെന്നുള്ള ഉറപ്പിന്മേൽ നമ്മുടെ ജീവിതങ്ങളെ കെട്ടുപണി ചെയ്യാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മ നമ്മെ അതിനു വേണ്ടി സഹായിക്കുമാറാകട്ടെ. ആമേൻ. അപ്പോസ്തല വിശ്വാസ പ്രമാണം നമുക്ക് ചേർന്ന് പ്രഖ്യാപിക്കാം. പേജ് നമ്പർ 55. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവനെ ഉത്തരവാർത്താവായി യേശുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇവ പരിശുദ്ധാത്മാവിന് കന്യകനിൽ ഉത്പാദിക്കപ്പെട്ട് ജനിച്ച് പൊന്തിയോസ് പിലാത്തോസിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, മൂന്നാം ദിവസം മരിച്ചു ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗ്ഗത്തിലേക്ക് കയറി സർവശക്തിയുള്ളതായ ദൈവത്തിനടുത്ത് വാത്തിരിക്കുന്നു. അവിടെ ഞങ്ങളവരെയും മരിച്ചവരെ നയിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കുന്നു. സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാവമോചനത്തിലും ശരീരത്തിൻ്റെ പുനരുദ്ധാനത്തിലും നിത്യജീവൻ ഞാൻ വിശ്വസിക്കുന്നു. ആമീൻ. ബർത്ത്ഡേ ലിസ്റ്റ്: മിസ്റ്റർ സൈബാൾ ചക്രവർത്തി, മിസ്റ്റർ വർഗീസ് എബ്രഹാം, മിസസ് സൈനു അലക്സ്, മിസസ് സുഷ തോമസ് മാണി, മിസസ് മറിയാമ്മ മാത്യു. പ്രാർത്ഥിക്കാം. Ilayolam tunachone ineyum tunakar ihadu kerechayomni iyenetkagraham. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ ആഴ്ചയിൽ ജന്മദിനം കൊണ്ടാടുന്ന അവിടുത്തെ പ്രിയ മക്കളെ ദൈവങ്ങളിൽ സമർപ്പിക്കുന്നു. അവരുടെ ജനനം മുതൽ ഈ സമയം വരെയും അത്ഭുതകരം അതിശയകരമായി ഭൂമിയുടെ പരപ്പിൽ സാക്ഷ്യമായി വഴി നടത്തിയ വിധങ്ങൾക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നാഥനെ, പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പുതിയ കൃപകളും അനുഗ്രഹങ്ങളും ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൽ ആശ്രയം വിജയിപ്പാൻ അവിടെ ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ഓരോ പ്രിയ മക്കളെയും സ്വർഗീയ അനുഗ്രഹത്താൽ ധന്യമാക്കണമെന്ന് യേശു തമ്പുരാൻ്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമീൻ. വെഡ്ഡിംഗ് ആനിവേഴ്സറി: മിസ്സസ് ആൻഡ് മിസ്റ്റർ സുജിത് ജേക്കബ്, മിസ്സസ് ഡോക്ടർ ആൻഡ് ഡോക്ടർ ജോൺ ജേക്കബ്, മിസ്സസ് ആൻഡ് മിസ്റ്റർ ചാണ്ടി എബ്രഹാം. പ്രാർത്ഥിക്കാം. Nen sermasanagedal, nen shuddhat parkunu, nen bujamagiyavanu, nen bhayam vasipa. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ ആഴ്ചയിൽ വിവാഹവാർഷികം ആഘോഷിക്കുന്ന അവിടുത്തെ പ്രിയ മക്കളെ ദൈവങ്ങളിൽ സമർപ്പിക്കുന്നു. നിൻ്റെ മക്കൾ കുടുംബജീവിതം ആരംഭിച്ച നിമിഷം മുതൽ ഈ സമയം വരെയും അത്ഭുതകരം അതിശയകരമായി വഴി നടത്തിയ വിധങ്ങൾക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നാഥനെ, സന്താപകാലത്തും സന്തോഷകാലത്തും ദൈവത്തിൽ ആശ്രയം ജീവിപ്പാൻ ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ഈ പ്രിയപ്പെട്ടവരുടെ കുടുംബജീവിതത്തിൽ ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും മുഖാന്തരങ്ങൾക്കുമായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന നാഥനെ, ഈ പ്രിയപ്പെട്ടവർക്ക് ദാനമായി നൽകിയിരിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ പ്രിയപ്പെട്ടവരെ സ്വർഗീയ അനുഗ്രഹത്താൽ ധന്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ വർഷം പുതിയ കൃപകളും അനുഗ്രഹങ്ങളും പ്രാപിപ്പാൻ അവിടെ പരിശുദ്ധാത്മാവിനാൽ ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് യേശു തമ്പുരാൻ്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമീൻ. നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. Let us pray. Loving Heavenly Father,
We thank you, God, for adding another beautiful Sunday morning into our lives. Thank you, God, for giving us the resources and the capabilities to be able to attend this online service once again. God, you've created a opportunity of possibilities through these times where everything seems impossible and uncertain. We thank you, God, for the technology that you've given us. We thank you, God, for new means of fellowship that you've given us, new means to reach out to people that you've given us. Father, we surrender the entire pandemic situation across the world into your hands. We are definitely, God, going through testing times, but we, Jesus, help us to realize that it's all part of your sovereign will and under your control, God. We especially, God, pray for the people who've been infected with the virus, who are recovering, their families. We pray, oh God, that you strengthen them, you heal them completely, God. Especially also give strength to the families, God, to be able to be hopeful, Lord God, and understand that you are in control. Father, we pray for all the frontline workers who are either treating people or volunteering or enforcing laws and policies to better control the situation. And we pray, O God, that your wisdom prevails through each of them, Lord God, and guide them, Lord God, in taking the right steps. Father Jesus, we pray for each one of us. We pray, O God, that you help us understand our role and what our response should be to this pandemic, God. Help us to utilize this time to understand our calling, understand your purpose in our lives. Father Jesus, we may not directly be able to help out in the situation, but Father God, but for all the capabilities that you've blessed us with, we are sure, Lord God, that you have some purpose and we will be able to help out people in need. Maybe through our prayers, maybe financially, maybe through different means, God, but help us to be able to understand how we can do that. Help us to reach out to our brothers and sisters in need, God. And help us to understand what means we should be able to use for that. Help each one of us also utilize this time, God, to re-examine our lives, to understand how sinful we've been and how we can turn back to you, God, by repenting for our sins. Help us, God, to live a life glorifying your name, Lord Jesus. May each of our actions and may each of our words, God, be a testimony. Father Jesus, through these uncertain times, God, help us to rely on your unchanging love and grace, God. Father Jesus, we also pray for our church and members, Lord Jesus. Especially, we pray for Achin, Kochama and Aaron. We thank you, God, for giving them the ability to be able to bring together an online worship, Lord Jesus, every Sunday. Father God, protect them, keep them safe and help them, Lord Jesus, to be able to work more and more for your glory, Lord Jesus. We pray for all our church members, especially the ones who are ailing, who are old, also the infants, Lord Jesus. We pray, O God, that you strengthen them, you comfort them, Lord Jesus. Father God, we pray for all the auxiliary wings of the church, especially the Sunday school, Lord God, which has started since last week. We pray, O God, that you enable us to be able to use this platform, God, to be able to reach out to students in the right manner, God. Father Jesus, we pray, O God, that you grant each one of us the wisdom to do things in the most Christian way possible, Lord Jesus, and in a way that pleases you, God. Father, we again request for your grace and mercy through all our actions and through the coming days, Lord God, so that we can live a life glorifying you and in serving your purpose in our lives, God. All this we ask in your name. Amen. Let us turn to the Litany 2. Please repeat, Lord, have mercy after each bidding. Lord, have mercy. For the peace that is from above and for the salvation of our souls,
Let us pray to the Lord. Lord, have mercy. For the peace of the whole world, for the welfare of God's holy churches, and for the union of all, let us pray to the Lord. Lord, have mercy. For our bishops and all other ministers, especially our moderator and our bishop and the moderator of the Church of North India and the metropolitan of the Marthoma Church, that with a good heart and a pure conscience they may accomplish their ministry, let us pray to the Lord. Lord, have mercy. For the President of our Republic, the Prime Minister, the Governor of our state, the Chief Minister, and all those who serve in the government, let us pray to the Lord. Lord, have mercy. For the sick, the suffering, the sorrowful, and the dying, let us pray to the Lord. Lord, have mercy. For the poor, the hungry, the orphans, and the widows, and them that suffer persecution, let us pray to the Lord. Lord, have mercy. For ourselves and all who confess the name of Christ, that we may show forth the excellencies of Him who called us out of darkness into His marvelous light, let us pray to the Lord. Lord, have mercy. That with all His servants who have served Him here and are now at rest, we may enter into the fullness of His unending joy, let us pray to the Lord. Lord, have mercy. Let us pray. Almighty God, the fountain of all wisdom, who knows our necessities before we ask, and our ignorance in asking, we ask you to have compassion upon our infirmities and those things which for our unworthiness we dare not, and for our blindness we cannot ask. Vouchsafe to give us for the worthiness of your Son, Jesus Christ our Lord. Amen. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ ഉത്തരം താമരുള മെയ്തൊരു വാഗ്ദത്തം പോൽ ദയവായി മെയ്തൊരു വാഗ്ദത്തം പോൽ ദയവായി. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. അളവിലധികമായി ഞങ്ങളെ കരുതുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമേ, സ്വർഗസ്വ പിതാവേ, നല്ലതും മനോഹരമായ സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു നാഥനെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ അങ്ങയുടെ പാതപീഠത്തിലേക്ക് കടന്നു വരുവാനും ആത്മാവിൽ സത്യത്തിൽ അങ്ങ് ആരാധിപ്പാനും ഒരുക്കുന്ന കൃപകൾക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു നാഥനെ. ഈ കോവിഡ്-19 കാലഘട്ടത്തിൽ ഞങ്ങളായിരിക്കുന്ന ഭവനങ്ങളിലിരുന്ന് അങ്ങയെ സ്തുതിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ അവിടുന്ന് സ്വർഗീയ നന്മകളാൽ ധന്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഈ നാളിൽ ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അഭിയന്ന ബിഷപ്പ്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തോമസ് കേമൻ തിരുമേനി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മേഡർ ഡൈസിൻ്റെ അഭിയന്ന ബിഷപ്പായിരിക്കുന്ന AC സോളമൻ രാജ തിരുമേനി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകളെ മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വൈദിക ശ്രേഷ്ഠതയും സുവിശേഷ വേലയായിരിക്കുന്ന ഏവരെയും ദൈവങ്ങളിൽ സമർപ്പിക്കുന്നു നാഥനെ. ഞങ്ങളുടെ സഭയെ ദൈവങ്ങളിൽ സമർപ്പിക്കുന്നു.
എല്ലാ കുടുംബങ്ങൾക്കുമായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സ്തുതിക്കുന്നാഥനെ വിദേശത്തായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലവിധമായ ആപത്ത് അനർത്ഥങ്ങളെല്ലാം വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ സഭയ്ക്ക് നേതൃത്വം നൽകുന്ന ചർച്ച് കമ്മിറ്റികൾ, ബിൽഡിംഗ് കമ്മിറ്റികൾ, പ്രിയപ്പെട്ടവരുടെ നിസ്തുല്യമായ സേവനങ്ങൾക്കായി ഇന്നോട് സ്തോത്രം ചെയ്യുന്നു. സ്തുതിക്കുന്നാഥനെ ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം ദൈവത്തിൽ സമർപ്പിക്കുന്നു. രോഗാക്ഷീണാവസ്ഥയിലായിരിക്കുന്ന നിൻ്റെ മക്കളെല്ലാം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലവിധമായ ആപത്ത് അനർത്ഥങ്ങളെല്ലാം വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണെന്നോട് സ്തോത്രം. വാർദ്ധസഹജമായ ക്ഷീണാവസ്ഥയിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ദൈവത്തിൽ സമർപ്പിക്കട്ടെ. നാഥനെ പൂർണ്ണമായ വിടുതൽ ആശ്വാസം പ്രദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സൺഡേ സ്കൂളിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹിക്കണമേ. പഠിപ്പിക്കുന്ന അധ്യാപകരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവിക ജ്ഞാനത്താൽ പ്രകാശിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യൂത്ത് മൂവ്മെൻറ്റിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഗായസംഘത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വുമൻസ് ഫെലോഷിപ്പിൻ്റെ പ്രവർത്തനങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സ്തുതിക്കുന്നാഥനെ ഈ നാളുകൾ ഞങ്ങൾ ദേവാലയത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ആത്മാവിനെ തൃപ്തിപ്പെടുത്തുന്ന കർത്താവ് ഞങ്ങളുടെ ആഗ്രഹങ്ങളെ കണ്ടറിഞ്ഞ് സബലീകരിക്കുകയും ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യുമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. കോവിഡ്-19 കാലഘട്ടത്തിൽ പലവിധമായ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ദുരിതം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവങ്ങളിൽ സമർപ്പിക്കുകയാണ്. നാഥനെ നിൻ്റെ മക്കളെല്ലാം കരുണയോടെ ദർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവമായ കർത്താവെ, ഇന്ന് ആരാധനയിൽ സംബന്ധിച്ച അതിന് ശുശ്രൂഷ നിർവഹിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവിടെ അന്ധകാരത്തിൽ പ്രകാശമായി, നിരാശയിൽ ആശ്വാസമായി, വേദനയിൽ പ്രത്യാശയായി ഞങ്ങളോടൊപ്പം വസിക്കുന്ന കൃപകൾക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവയോട് ഞങ്ങളെല്ലാം അനുഗ്രഹിച്ചാട്ട് ബലപ്പെടുത്തിയാട്ട് യേശു തമ്പുരാൻ്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമീൻ. കർത്താവിൻ്റെ പ്രാർത്ഥന നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്നെ ആവശ്യപ്പെടണമേ, നിരാശം വേണമേ, നിന്റെ സുഖ പോലും ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കർമ്മം ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പരീക്ഷ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളാകുന്നുവല്ലോ. ആമീൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസം സംസർഗവും നാം എല്ലാവരും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമീൻ. കർത്താവ് നിങ്ങളോട് കൂടി ഇരിക്കട്ടെ. നിങ്ങളോട് കൂടെയും. നമുക്ക് സമാധാനത്തോടെ ആയിരിക്കാം. കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.